അറിയില്ല. അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാനുണ്ടായിരുന്നു. ഡ്രൈവറുടെ ബോഡി അന്നേ കിട്ടി. ക്ലീനറുടേത് ഇന്നലെ. അവർ തിരച്ചിൽ നിർത്തി. ആ പുഴയിൽ വീണാൽ ബോഡി കിട്ടാൻ പ്രയാസമാണത്രേ. അഴിമുഖം വളരെ അടുത്താണ്. ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ കിട്ടിയാ തന്നെ ഇതൊക്കെ തെരച്ചിലുകാർക്ക് പുഴയിൽ നിന്നും കിട്ടിയതാണ്. അച്ഛൻ്റെതാണെങ്കിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. ഇത് വെറും ഒരു അനുശോചന യോഗമല്ല. കൃഷ്ണക്കുറുപ്പിന്റെ വേദനാനിർഭരമായ മരണത്തിൽ നമുക്കെല്ലാം ദുഃഖമുണ്ട്. ആ നല്ല മനുഷ്യൻ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച ആ കുടുംബത്തെ ആവും വിധം സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് കുറുപ്പിന്റെ വീട്ടുകാർക്ക് സഹായധനമായി ഈ കമ്പനിയിലെ തൊഴിലാളികൾ ഒരു പണക്കിഴി നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ പണക്കിഴി സമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഞാനിവിടെ നിർവഹിച്ചു കൊള്ളുന്നു. ഒക്കെ ഒരു യോഗം അങ്ങോട്ട് വിചാരിക്കുക. എല്ലാം നന്നായി വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അന്ത്യം അച്ഛനുണ്ടാവുന്ന ആരറിഞ്ഞു? അമ്മ എങ്ങനെയുണ്ട്? ഒരു മിണ്ടാട്ടുമില്ല, കരയില്ല, ചിരിക്കില്ല. അങ്ങനെ പറയരുത്. അതിനല്ല കുറുപ്പിന്റെ മൂത്ത മകനായി സുധാകരൻ ജനിച്ചത്. അമ്മയെ തിരിച്ചെടുക്കണം. പഴയ ഉല്ലാസം അമ്മയിൽ വീണ്ടെടുക്കണം. സത്യം പറഞ്ഞാൽ ചവിട്ടു നിന്ന മണ്ണ് വാർന്നു പോയവരാണ് എൻ്റെ അവസ്ഥ. വീട്ടിലെ സംഗതികള് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അച്ഛൻ്റെ ഒറ്റ വരുമാനം കൊണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും പേർ ഇത്രയും കാലം. അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനി സുധാകരൻ വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ. അമ്മിനിയുടെ കല്യാണം നടത്തണം. അമ്മയുടെ വേദന മാറ്റണം. ഉത്തരവാദിത്തങ്ങള് ഒരുപാടുണ്ട്. ഒരു കാര്യം പറയാൻ പറ്റൂ. ഇനി വൈകിക്കണ്ട. അച്ഛന് വേണ്ട കർമ്മങ്ങൾ ചെയ്യണം. ശാന്തി കിട്ടട്ടോ. അച്ഛന് മാത്രമല്ല, എല്ലാവർക്കും ശാന്തി കിട്ടട്ടെ. സുധാകരൻ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്ല, ഒരുപാട് കാലം അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലമല്ലേ ഇത്. ഓർക്കുമ്പോൾ ഒരു വിഷമം. ഓർക്കണ്ട. ഇതാണ് പ്രോവിഡന്റ് ഫണ്ടിന്റെ കടലാസ്. ഓരോ ഷീറ്റിലും അമ്മയെ കൊണ്ട് ഒപ്പിടിക്കണം. ഒരാഴ്ചക്കുള്ളിൽ പണം കിട്ടും. ഒരു ജീവന്റെ വില അല്ലേ? ജീവന്റെ വില അത് മാത്രമല്ല, ഇൻഷുറൻസ് തുക കുറെ കൂടെ വലുതാ. അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയോ? വിനയൻ അതിനു വേണ്ടി ഓടി നടക്കുക. അതും പെട്ടെന്ന് ശരിയാക്കണം. കൃഷ്ണക്കുറുപ്പ് സഹായ നിധിയുടെ മീറ്റിംഗിൽ നിന്ന് വരികയാണ് ഞാൻ. പണക്കിഴി പുരോഗമിക്കുന്നുണ്ട്. അപ്പോഴേ അടിയോടിയുടെ വകയൊന്നും കിട്ടിയില്ല. ഈ പണക്കയുടെ ആവശ്യമൊന്നുമില്ല. അത്ര വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുടുംബം കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഞാൻ. എന്തിനാ വെറുതെ അല്ല, പണക്കിഴി ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇനിതാ ഇവിടെ പ്രോവിഡന്റ് ഫണ്ടിന്റെ പണം കിട്ടിയാൽ കുറച്ച് പാർട്ട്ണർമാരെ കൂടെ ചേർത്ത് ഒരു ബസ് വാങ്ങിയാലോ എന്ന് ആലോചിക്കാൻ. ഞാൻ റൂട്ട് പെർമിറ്റ് ഉള്ള ഒരു ബസ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ബസ് അവിടെ നിൽക്കട്ടെ. പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് കടമെടുത്ത് കുറെ രൂപ ചന്ദ്രേട്ടന് കൊടുക്കാന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതെ, അതാദ്യം ചെയ്യേണ്ടത്. കള്ളം പറയല്ലേ ചേച്ചി. അച്ഛൻ അങ്ങനൊന്നും പറയില്ല. പറഞ്ഞു. എനിക്ക് കായക്കച്ചവടത്തിന് മാർക്കറ്റിൽ കുറച്ച് സ്ഥലം കിട്ടാൻ 30,000 രൂപ തരാമെന്ന് അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ എന്റെ കയ്യിൽ നിന്ന് 15,000 രൂപ ഇട്ട് മാർക്കറ്റിൽ നല്ലൊരു സ്ഥലം നോക്കി വെക്കുകയും ചെയ്തു. ബസ് വാങ്ങിയാൽ ഈ കുടുംബം രക്ഷപ്പെടും. ഇക്കാലത്ത് ബസ് വാങ്ങി ഒരു കുടുംബവും രക്ഷപ്പെട്ടിട്ടില്ല. വേറെ ആവശ്യക്കാരൊന്നും ഈ പണത്തിനില്ലല്ലോ. സ്വന്തം ആവശ്യങ്ങൾ കിടക്കേ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. അമ്മയുടെ വിവാഹം അച്ഛൻ നിശ്ചയിച്ച ദിവസം തന്നെ അത് നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ പണം അതിനുള്ളതാണ്. കല്യാണമാണോ ഏട്ടാ വലിയ പ്രശ്നം? ബസ് വാങ്ങിയാൽ 1 വർഷത്തിനുള്ളിൽ ഇവളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം. നടത്തി കഴിഞ്ഞൊരു കല്യാണമല്ലേ എന്റേത്. അന്ന് പറഞ്ഞ സ്ത്രീധനത്തിന്റെ 10-1 നിങ്ങൾ ആരെങ്കിലും ചന്ദ്രേട്ടന് കൊടുത്തിട്ടുണ്ടോ? ഒടുക്കത്തെ ഒരു സ്ത്രീധനം. അത്രയ്ക്ക് വലിയ വിഷമാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും. അളിയനെ അങ്ങ് കളഞ്ഞേക്ക്. ആരും തർക്കിക്കണ്ട. അച്ഛന്റെ ആഗ്രഹം പോലെ അമ്മയുടെ കല്യാണം നടക്കട്ടെ ആദ്യം. അച്ഛനില്ലാന്ന് വെച്ച അച്ഛന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് ആർക്കും അത്ര നല്ലതല്ല.
നിങ്ങളെപ്പോലെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച വയ്ക്കാത്തതുകൊണ്ട് അവൾ ഒറ്റപ്പെടാൻ പാടില്ല. ഞാനത് സമ്മതിക്കില്ല. ഇനി അതിനുവേണ്ടി നിങ്ങളെ ഇത്തിരി വിഷമിപ്പിക്കേണ്ടി വന്നാലും ഞാനതൊട്ട് കാര്യമാക്കുകയില്ല. അമ്മ, ഞാൻ ആ സേതുവിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. എന്താ മോളെ? എന്തു പറ്റി? ഞാനൊരു കാര്യം പറഞ്ഞ ഏട്ടന് വിഷമം തോന്നരുത്. ഇല്ല. എനിക്കിപ്പോ കല്യാണം വേണ്ട. അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണോ? അച്ഛൻ പോയില്ലേ ഏട്ടാ, അതിനേക്കാൾ വലുതാണോ ഇതൊക്കെ? വിനയേട്ടൻ ബസ് വാങ്ങിച്ചോട്ടെ, ചേച്ചിയുടെ ആവശ്യങ്ങളും നടക്കട്ടെ. കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഏട്ടൻ എന്തിനാ വെറുതെ എനിക്ക് വേണ്ടി? ഇനി ഒന്നും പറയരുത്. പറഞ്ഞാൽ ഏട്ടന് വിഷമാവും. കരുതി വെച്ചിരുന്ന ധൈര്യം എല്ലാം പോവും. അച്ഛൻ പണ്ട് പറയാറില്ലേ, ഓരോന്നിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന്. ആ സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ അതിനായി വേറൊരു സമയം വരില്ല. അതനുഭവിച്ചൊരു വിഡ്ഢിയാണ് ഈ ഏട്ടൻ. ആ വിഡ്ഢിത്തം നിനക്കൂടി വരാൻ ഞാൻ സമ്മതിക്കില്ല. ചെന്ന് മുഖം കഴുക. കരഞ്ഞത് അമ്മ കാണണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഏട്ടനുണ്ട്. ഇത്ര പെട്ടെന്ന് അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയല്ല. അച്ഛന്റെ സൈക്കിൾ, അച്ഛന്റെ കൂട, നല്ല പരിചയക്കുറവുണ്ട്. ജനിച്ചിട്ട് ഇത്രയും കാലം കൊണ്ട് ശരിക്കു പറഞ്ഞാൽ അച്ഛനെന്നല്ല, ഒരു നല്ല മകൻ പോലും ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ. എനിക്കറിയാം. അമ്മ പലപ്പോഴും പറഞ്ഞതാ അവിടെ വന്ന് ചേട്ടനെ കണ്ടും സംസാരിക്കാൻ. പിന്നെ നിങ്ങളുടെ വിഷമങ്ങൾക്കിടയ്ക്ക് എന്റെ കാര്യം പറഞ്ഞു വരുന്നത് ശരിയായില്ലെങ്കിലും തോന്നി. അമ്മണി അച്ഛന്റെ വളരെ പെറ്റായിരുന്നു. സേതുവോടെ വരികയും കൂടുതൽ അറിയുകയും ചെയ്തതോടെ വളരെ സന്തോഷത്തിലായിരുന്നു അച്ഛൻ. അതുകൊണ്ടാണ് അച്ഛൻ തീരുമാനിച്ച ദിവസം തന്നെ ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. ആർഭാടങ്ങളൊക്കെ കുറവായിരിക്കും. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ, എന്റെ മോളെ നന്നായി നോക്കണം. അച്ഛനെ ഒരിക്കൽ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതേ അച്ഛനെ വീണ്ടും നഷ്ടപ്പെട്ടൊരവസ്ഥയാണിപ്പോ. ആർഭാടങ്ങളൊന്നും വേണ്ട. നിശ്ചയിച്ച ദിവസം തന്നെ ഞാൻ അമ്മണിയെ സ്വീകരിക്കും. ഒരിക്കലും വിഷമിപ്പിക്കാതെ ഞാൻ അവളെ നോക്കും. എനിക്ക് വലിയേട്ടന്റെ അനുഗ്രഹം മാത്രം മതി. അച്ഛന്റെ അനുഗ്രഹം വാങ്ങുമോളെ. കല്യാണത്തിന് ഒരു മുട്ടുസൂചി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഇതിനകത്തുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എനിക്കൊന്നും കാണണ്ട. കാണണമെന്ന് ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. ഏത് കണക്കും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നാളെ മറ്റന്നാൾ അനാവശ്യ പറച്ചിൽ ഒഴിവാക്കാലോ, അല്ലേ ഏട്ടാ? ആ, ചെലവിന്റെ കണക്ക് ഏട്ടൻ വിട്. ബാക്കി എത്രയുണ്ടെന്ന് പറ. അതോ പ്രോവിഡന്റ് ഫണ്ട് മുഴുവൻ അങ്ങ് പ്രോവിഡന്റ് ഫണ്ട് ആയോ? ബാക്കി ഇനി 19,317 രൂപ 80 പൈസ ഉണ്ട്. എന്റെ അമ്മേ, ബാക്കി മുഴുവൻ ചെലവായോ? എന്റെ കല്യാണത്തിന് മൊത്തം ചെലവായത് അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ പൊന്നാക്കി അമ്മണിക്ക് അങ്ങ് കൊടുത്തോ? ബാക്കിയുള്ളത് വെച്ച് പൊന്നുകൊണ്ടൊരു ഹെൽമെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോയാൽ നമുക്ക്. സേതുവിന് ഏതായാലും ഒരു ബൈക്ക് ഉണ്ടല്ലോ. ആ പറഞ്ഞതിനർത്ഥം എന്റെ ഭർത്താവ് ഇവിടുത്തെ 2ാം ഗ്രേഡ് അളിയനാണെന്നല്ലേ? ചില നേരത്തെ അളിയന്റെ സ്വഭാവം കണ്ടാല് അങ്ങേർക്ക് ഗ്രേഡ് ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. ആ സംശയം നല്ലതാ. ഇവിടുത്തെ ഗ്രേഡുള്ള ആൾക്കാർ തന്നെയാ ഗ്രേഡ് ഇല്ലാത്ത ഒരു അളിയനെ എനിക്ക് തന്നത്. ചുരുക്കി പറഞ്ഞ അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ട് തീർന്നതും അമ്മയുടെ കല്യാണം നടന്നതും മിച്ചം. ഇനി കിട്ടാനുള്ള അച്ഛന്റെ ഇൻഷുറൻസാ. അതിന്റെ കടലാസ് വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാ എന്റെ ചേട്ടൻ പറഞ്ഞത്. അതിന് നമ്മുടെ ചേട്ടന്റെ പേരിലല്ലല്ലോ അച്ഛൻ ഇൻഷുറൻസ് എടുത്തത്, അമ്മയുടെ പേരിലല്ലേ? ആരുടെ പേരിലായാലും നിർത്ത്.
ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാലൊന്നും ഉടനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഇൻഷുറൻസ് തരാൻ പണവും തരികയില്ല. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇരിക്കൂ. താങ്ക് യു സാർ. സർവീസിൽ എനിക്കൊരു തൊഴിലാളി മരിച്ച അയാളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്നത് ഈ കമ്പനിയുടെ ഒരു കീഴ്വഴക്ക. അടിയോടി പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണക്കുറുപ്പ്. എന്തെങ്കിലും ഒരു ജോലി എന്നേ നിയമമുള്ളൂവെങ്കിലും കുറുപ്പിന്റെ കാര്യത്തിൽ ഞാൻ അല്പം കൂടെ കരുണ കാണിക്കാം. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ തന്നെ ഒരു പോസ്റ്റ് തരാം. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സഹായം സാറിന്റെ മനസ്സിലുണ്ടെന്ന് അടിയോടി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. അത് ഇത്ര പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു കരുണയുടെ അംശം മാത്രമേ ഉള്ളൂ. ഞാനത് ചെയ്യുന്നു. പിന്നെ ഒരപേക്ഷയുണ്ട്. ഈ ജോലി എനിക്ക് തരുന്നതിനേക്കാൾ എന്റെ അനുജന് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സന്തോഷം. അവൻ ബികോം നല്ല മാർക്കിൽ പാസ്സായിട്ടുണ്ട്. വളരെ സ്മാർട്ടാണ്, വളരെ സിൻസിയറാണ്. സത്യത്തിൽ ഒരു ജോലി ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അനുഭവിക്കുന്നത് അവനാണ്. ഞാനിങ്ങനെ പല പൊടിക്കൈകളും ചെയ്ത് എങ്ങനെങ്കിലും അങ്ങ് ജീവിക്കും. സാറിനറിയാമല്ലോ, അവനൊരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചു പോകുമ്പോഴാണ് അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. എന്നാലും മൂത്ത മകൻ എന്ന നിലയ്ക്ക് ഒരു ജോലി നിന്റെ കയ്യിലുണ്ടാവുന്നതല്ലേ അമ്മയ്ക്കൊരു ശക്തി. ഹേയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് ഒരേപോലെയാ. ഈ ജോലി അവന് കൊടുക്കുന്നതിൽ സാറിന് വല്ല വിഷമമുണ്ടോ? വിഷമമുണ്ടായിട്ടല്ല. നേരാവണ്ണം കോൾ ചെയ്ത് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അനിയന്റെ ബികോം പോരാ. പക്ഷേ ഈ കാര്യത്തിൽ ഞാനത്ര കാര്യമായി എടുക്കുന്നില്ല. താങ്ക് യു സാർ. പിന്നെ എനിക്ക് പകരമാണ് ഈ ജോലി കിട്ടുന്നതെന്ന് അവൻ അറിയണ്ട. അവനത് ഫീൽ ചെയ്യും. അമ്മേ, അമ്മേ, എനിക്ക് ജോലി കിട്ടി. അച്ഛന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നു. ഇന്റർവ്യൂ ഇല്ല, ഒരു ചുക്കുമില്ല. നേരിട്ടൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇങ്ങിതാ നോക്കട്ടെ. വേണ്ട, നനയും. അല്ലെ തന്നെ അമ്മയ്ക്ക് വായിച്ചാ എന്താ മനസ്സിലാവുക? അച്ഛൻ അറിഞ്ഞോ വിനയന് അവന്റെ അച്ഛന്റെ കമ്പനി തന്നെ ജോലി ശരിയായിന്ന്? ഏത് സെക്ഷനിലാ? അച്ഛന്റെ സെക്ഷൻ അല്ല, എനിക്ക് സ്ഥാനക്കയറ്റമുണ്ട്. അച്ഛന്റെ കുപ്പായം തന്നെ ഇടേണ്ടി വരുമെന്ന് ഞാനൊന്ന് പേടിച്ചു. ഇത് ഉഗ്രൻ ജോലിയാണമ്മേ. 6 മാസത്തെ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വിലസുന്നത് കാണിച്ചു തരാം. ആ, എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. അച്ഛൻ പണ്ട് കൊടുത്ത ആപ്ലിക്കേഷനാണ് അച്ഛൻ മരിച്ചപ്പോൾ അവർ പരിഗണനയ്ക്കെടുത്തത്. ഏട്ടന്റെ ബയോഡേറ്റ അവിടെയുണ്ട്. അവർക്കെന്താ മലയാളം എമ്മ വേണ്ടേ? ഒരു ജോലി കിട്ടിയപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എടാ, നീ എത്ര വലിയ ബികോംകാരനായാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്താമേ, ഒരു ജോലി കിട്ടി നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കാണാനാടാ കരുതേ നമ്മുടെ അച്ഛനും കൊതിച്ചത്. ഏതായാലും നന്നായി. ആഹാ, നല്ല സ്കെയിലാണല്ലോ. സർക്കാർ സർവീസിൽ ഇതൊരു ഗസറ്റഡ് സ്കെയിലാ. പ്രൊബേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ സ്വന്തമായിട്ടൊരു ക്യാബിൻ കിട്ടുമെന്ന് അടിയോടി പറഞ്ഞത്. അടിയോടി വേറെ വല്ലതും പറഞ്ഞോ? എന്തു പറയാൻ, കമ്പനിയിൽ അയാൾ എന്റെ എത്ര താഴെയാട്ടാ. നീ ഈ പറയുന്നതൊന്നും ശരിയല്ല വിനയ. അത്രയും താഴത്ത് അയാളോടൊപ്പം കമ്പനിയിൽ വേറെയും ഒരാളുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ. നീ അത് മറക്കണ്ട. ഓ, സെന്റിമെന്റ്സ് എന്ന് വെച്ച് ഞാൻ അയാളുടെ സൈക്കിളിന്റെ പിന്നിൽ പോണോ? ഈ അമ്മ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ, പിന്നെ ഒരു കാര്യം, എനിക്കൊരു 5-6 പാന്റും ഷർട്ടും വേണം. കല്യാണത്തിന്റെ ബാക്കിയുള്ള പ്രോവിഡന്റ് ഫണ്ട് എനിക്ക് വേണ്ടി ഒന്ന് മുറിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയണ്ട, എനിക്ക് തന്നേ പറ്റൂ. ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. നല്ല തുടക്കം.